ഹായ്, നമുക്ക് ഉപ്പുമാവ് പുലാവ് സ്റ്റൈലിൽ ഉണ്ടാക്കിയാലോ? ചിക്കനൊക്കെ ചേർത്ത് വെജിറ്റബിളും. അപ്പോൾ കുട്ടികൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഡാൽഡ ഇട്ട് കൊടുക്കുക. ഡാൽഡ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക, കടലീസ് ഇട്ട് കൊടുക്കുക, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി കുറച്ചിട്ട് കൊടുത്താൽ അതിലേക്ക് കടിക്കും. ഇഞ്ചി ഇട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് റേഷൻ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടൊന്ന് പതുക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. ചിക്കൻ മസാല ഇട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കണം. ക്യാരറ്റും കാബേജും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് സോട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കണം. വെജിറ്റബിളിൽ ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കണം. വെജിറ്റബിളും ഒന്ന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇളക്കി കൊടുക്കേണ്ടിയിരിക്കണം. അതിലേക്ക് വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് റവ നമുക്ക് ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ്. റവ ഇട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മസാലയും റവയും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. എന്നിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വേറെ നമുക്ക് ഇടുന്നതല്ല, ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല റവയും നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഈ പരിവായിരിക്കണം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരിക്കലും. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പരിവായി കഴിയുമ്പോൾ വീണ്ടും അല്പം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ പൊത്തി വെക്കണം. പൊത്തി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം നമുക്ക് ചെറിയ രീതിയിലേക്കാക്കാം. സിമ്മിലേക്കാക്കി വെച്ചിട്ട് നമുക്ക് പാത്രം വെച്ച് മൂടുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തുറന്ന് ഇതുപോലെ വെട്ടിക്കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ക്യാപ്സിക്കം, കൊറിയാണ്ടറും ചിക്കൻ വറുത്ത് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ ഏറ്റവും അവസാനം തന്നെ ഇടാൻ പാടില്ല, ആദ്യം ചിക്കൻ ഇടരുത്. അപ്പോൾ ചിക്കൻ്റെ മസാലയെല്ലാം ഇതിൻ്റെ അത് കയറി പിടിക്കും. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, കാലത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരുന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് 1 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി വെട്ടിക്കൂട്ടി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഡാൽഡ ചേർത്തിരിക്കുന്നത് തന്നെ നമുക്കിത് എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോഴോ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുക്കാനോ വേണ്ടിയിട്ടാണ്.